നല്ല എരിവും ഉപ്പും പുളിയൊക്കെയുള്ള ഒരുപാട് നാൾ കേടുകൂടാതിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നെല്ലിക്ക ഉപ്പിലിട്ടത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കിയാലോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഒരുപാട് വലുതല്ലാത്ത എന്നാൽ ഒരുപാട് ചെറുതും അല്ലാത്ത മീഡിയം വലുപ്പത്തിലുള്ള നെല്ലിക്കയാണ് ഉപ്പിലിടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ നെല്ലിക്ക എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊന്ന് കൊണ്ടുവരാം. അതുപോലെ ഞാനിവിടെ കുറച്ച് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇടുന്നുണ്ടെങ്കിൽ അത് അതിൽ എടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഓരോ നെല്ലിക്കയും നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വെള്ളാംശം മുഴുവനായിട്ടൊന്ന് ഒപ്പിയെടുത്തൊന്ന് മാറ്റണം. ഒട്ടും തന്നെ വെള്ളാംശം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ഓരോ പച്ചമുളകും ഇതേപോലെ തന്നെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി ഒന്ന് എടുക്കണം. കാന്താരി മുളകാണെങ്കിലും ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഓരോ നെല്ലിക്കയും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മുറിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. ഉപ്പും മുളകും ഒക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മളതുപോലെ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് പച്ചമുളകും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. മുഴുവനായിട്ട് മുറിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഉപ്പിലിടുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ 1.5 ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന കുപ്പിയുടെ വലുപ്പത്തിനൊക്കെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ കൂടുതൽ അല്ലെങ്കിൽ കുറവൊക്കെ വരാട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/2 കപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടിയെന്ന് വെച്ചും കുഴപ്പമൊന്നുമില്ല, കാരണം ഉപ്പ് പ്രിസർവേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ച് വരുന്നവർ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം. സിന്തറ്റിക് വിനീഗർ അല്ല കേട്ടോ. ഞാനിപ്പോൾ തേങ്ങാ വെള്ളത്തിൽ നിന്നുള്ള ചൊറുക്കയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇത് മിനിമം ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണഗതിയിൽ ഉപ്പിലിട്ടതൊക്കെ നെല്ലിക്ക അല്ലെങ്കിൽ ലൂബിക്ക അതുപോലെയൊക്കെയുള്ളതൊക്കെ കേടായി പോകുന്നു അല്ലെങ്കിൽ പൂത്തു പോകുന്നു, മുകളിലൊക്കെ വെള്ള കളറിൽ പാട് പോലെ കെട്ടുന്നു എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുന്നവർ ഇതുപോലെ ചൊറുക്ക് ചേർത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഉപ്പിലിട്ട് നോക്കൂ കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കേടുവരില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് ഒന്ന് ചെറുതായിട്ട് പോയി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കഴുകി തുടച്ച് ഒന്ന് വരഞ്ഞു വെച്ചിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ചൂടോട് കൂടി തന്നെ നെല്ലിക്ക അതിലേക്ക് ഇട്ട് കുറച്ച് സമയം വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് മുഴുവനായിട്ട് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. എപ്പോഴും ഉപ്പിലിടാനായിട്ട് ഒന്നുകിൽ ഗ്ലാസിൻ്റെ ഒരു ജാറ്, അല്ലാന്നുണ്ടെങ്കിൽ ഭരണി അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ ഏതെങ്കിലും ജാർ ഇത് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കുപ്പി വേണം എടുക്കാനായിട്ട്. അതിലേക്ക് നമുക്ക് ആദ്യം താഴെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ നമുക്ക് നെല്ലിക്ക നിരത്തി കൊടുക്കാം. ലാസ്റ്റായിട്ട് മീതെ നമുക്ക് വീണ്ടും പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളം മുഴുവനായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നെല്ലിക്കയുടെ മുകൾ ഭാഗത്ത് നന്നായിട്ട് പൊങ്ങി വേണം ഈ ഒരു വെള്ളം നിൽക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കേടുവരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് കുപ്പിയിലേക്ക് ഇടുമ്പോൾ നെല്ലിക്കയൊക്കെ മുകൾ ഭാഗത്തായിരിക്കും ഇരിക്കുക, വെള്ളമൊക്കെ താഴെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡി ആയി കഴിഞ്ഞാൽ ഈ നെല്ലിക്കയൊക്കെ താഴ്ഭാഗത്തേക്ക് വന്ന് അടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. അടച്ചതിന് ശേഷം മിനിമം ഒരാഴ്ചയെങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഈ ഉപ്പും മുളകും ഒക്കെ അതുപോലെ ചൊറുക്കയും ഒക്കെ ഈ നെല്ലിക്കയിലേക്ക് നന്നായിട്ട് പിടിച്ചെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നെല്ലിക്കയുടെ കളറൊക്കെ മാറി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ വരുന്നത്. ഇനി ഈ ഉപ്പിലിട്ടത് എടുക്കുമ്പോൾ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ച് വേണം എടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കേടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.